അപ്പം ഇവിടെ ഇനി വാക്കും പ്രവൃത്തിയും രണ്ടായി. ഇനിയിപ്പോൾ ഈ വ്യാഖ്യാനം ഒന്നും കിട്ടില്ല വിചാരിക്കാം. ഈ പറയപ്പെട്ട ഒരു വ്യാഖ്യാനവും കിട്ടിയില്ല. രണ്ട് ഹദീസ് കണ്ടു. ഒരു ഹദീസ് നബി നമ്മോട് പറഞ്ഞു ഇഹ്റാം ചെയ്താൽ വിവാഹം കഴിക്കാൻ പാടില്ല. മറ്റൊരു ഹദീസ് കണ്ടു ഇഹ്റാമിലായിരിക്കെ നബി വിവാഹം കഴിച്ചു. അപ്പം നബി നമ്മോട് പറഞ്ഞു ചെയ്യാൻ പാടില്ല എന്നാണ്. നബി ചെയ്യുകയും ചെയ്തു. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്? നബി ചെയ്തില്ലേ ഞാൻ അതേ നോക്കുള്ളൂ എന്നല്ല പറയേണ്ടത്. നബി പറഞ്ഞത് എന്താണോ അത് നോക്കുക. എന്താണോ പറഞ്ഞത് അത് നോക്കുക. ഒരു പക്ഷെ ചെയ്തത് ഈ പറഞ്ഞതിന് മുമ്പുള്ളതായിരിക്കാം, അങ്ങനെയും വരാലോ. അന്നാ നിയമം ഉണ്ടാവില്ല. ഈ വിഷയത്തിലല്ല, ഏത് വിഷയത്തിലാണെങ്കിലും ഒരു പക്ഷെ ആ നിയമം വരുന്നതിന് മുമ്പായിരിക്കും നബി ചെയ്തിട്ടുണ്ടാവുക. തിരിച്ചും വരാം. അതേപോലെ ഈ പറഞ്ഞ ഇളവുണ്ടാവാം, സ്പെഷ്യൽ കേസ് ഉണ്ടാവാം. ഇനി അങ്ങനെ സ്പെഷ്യൽ കേസ് ഉണ്ടെന്നോ ഇളവുണ്ടെന്നോ ഒന്നും നമുക്ക് തെളിവ് കിട്ടിയില്ല. എന്നാലും നബിതങ്ങൾ നമ്മോട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊരു കാര്യം കരുതിക്കൂട്ടി നബി ചെയ്യുമോ? ഉറപ്പല്ലേ? ഒരു കാര്യം പാടില്ല നമ്മോട് പറയാം, ഇത് നബിനെ സ്വകാര്യത്തിൽ പോയിക്കാണ്ട് അത് ചെയ്യാം, അങ്ങനെ ഉണ്ടാവുമോ? എന്തായാലും ഉണ്ടാവില്ല. അപ്പം നബി ചെയ്തു എന്ന് തെളിഞ്ഞാലോ? അപ്പം നമുക്ക് ന്യായമായി എന്ത് മനസ്സിലാക്കണം? നബിക്ക് അല്ലാഹു തആല അനുവാദം കൊടുത്തെന്ന് മനസ്സിലാക്കണം. അല്ല അല്ലാതെ അനുവാദം ഇല്ലാതെ നബി വയ്ക്കാണ്ട് ഹറാമായ കാര്യം ചെയ്തു എന്ന് പറയാൻ പറ്റില്ലല്ലോ. നബി മഅ്സൂമാണ്, പാപ സുരക്ഷിതനാണ്. അതുകൊണ്ട് നബിക്കലും അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് അപ്പുറം നബി ചെയ്യുകയില്ല. അപ്പം നീ ചെയ്തു എന്ന് പ്രത്യക്ഷത്തിൽ കണ്ടാൽ പോലും അത് അല്ലാഹു തആല വഹി കൊടുത്തിട്ടുണ്ട്. ആ വഹി ഒരു പക്ഷേ ഞാൻ അറിഞ്ഞിട്ടില്ലാന്നുള്ളൂ. ആ ഹദീസ് നമുക്ക് എത്തിയിട്ടില്ല, നമുക്കത് നമ്മളെ വായനയിൽ നമ്മളവിടേക്ക് എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കാന്നല്ലാതെ അത് രണ്ടും വൈരുദ്ധ്യമാണ് എന്ന് പറഞ്ഞിട്ട് ആ ഹദീസ് ഞാൻ എടുക്കൂല എന്ന് പറയല്ല വേണ്ടത്. ഒരു ന്യായം കിട്ടിയില്ലെങ്കിൽ പോലും ആ ഹദീസ് തള്ളാൻ അതൊരിക്കലും നമുക്ക് വകുപ്പല്ല. നബി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യുകയുമില്ല, അതും ഉറപ്പാണ്. നബിക്ക് ചെയ്യാൻ അനുവാദമില്ലാത്തൊരു കാര്യം നബി എന്തായിരുന്നാലും ചെയ്യുകയില്ല. അപ്പം പിന്നെ നബി ചെയ്തു എന്ന് തെളിഞ്ഞു കിട്ടിയാൽ നബിക്കത് ചെയ്യാൻ അനുവാദം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ നല്ലത് പറഞ്ഞില്ല. അപ്പം 4 വിവാഹത്തിലേറെ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നാൽ നബി അതിലേറെ കഴിച്ചു. നബിക്കത് അനുവദനീയമാണ്. അത് ഖുർആൻ എടുത്ത് പറഞ്ഞു. ഖുർആൻ തന്നെ എടുത്ത് പറഞ്ഞു നബിക്കത് പ്രത്യേകമുള്ള നിയമമാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ ഖുർആനിൽ ആയത്തില്ല വിചാരിക്കാം. എന്നാലും ശരി, നമ്മോട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യം നബി ചെയ്ത് കണ്ടാൽ നമുക്കാണ് പാടില്ലാത്തത്, നബിക്കാ പാടില്ലായില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. എന്നാൽ ഈ ഇഷ്കാല് അവസാനം. അപ്പം ഇങ്ങനത്തെ ന്യായം വെച്ചിട്ടാണ് പല ആളുകളും ഹദീസുകളെ തള്ളിയിട്ടുള്ളത്. ഈ ഹദീസ് അന്ന് മുതലേ വിമർശിക്കുകയും ആ ന്യായം മാത്രം പറഞ്ഞുകൊണ്ട് പലരും തള്ളുകയും ചെയ്തിട്ടുണ്ട്. അന്ന് മുതൽ തന്നെ അതിന് പണ്ഡിതന്മാർ വിശദീകരണങ്ങൾ നൽകിയിട്ട്. ഇപ്പോൾ സ്വഹീഹ് ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ ഫത്ഹുൽ ബാരിയിൽ ഈ പറയപ്പെട്ട എല്ലാ വിശദീകരണവും കൊടുത്തിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിന് വ്യാഖ്യാനമായ സ്വഹീഹ് മുസ്ലിമിൻ നബവി ഇമാം റഹിമഹുല്ലാ ഈ പറയപ്പെട്ട എല്ലാ വിശദീകരണവും കൊടുത്തിട്ടുണ്ട്. ഈ ഹദീസിൽ ചില ആളുകൾ വിമർശിക്കുന്നുണ്ട്, എന്നാൽ വിമർശനം ശരിയല്ല, ഇങ്ങനെയൊക്കെയുള്ള ന്യായങ്ങൾ അതിലുണ്ട്, ആ ന്യായങ്ങളൊക്കെ സ്വീകരിച്ചാൽ ഈ ഹദീസിന് ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്നേ തന്നെ അതിനെല്ലാം മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഇബ്നു തൈമിയ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഈ വിശദീകരണങ്ങൾ ഈ ഹദീസിന്റെ വിഷയത്തിൽ നൽകിയിട്ടുണ്ട്. രണ്ടും ബുഖാരി മുസ്ലിം ധരിച്ച ഹദീസുകളാണ് രണ്ടും. അപ്പോൾ ഏത് വിഷയത്തിലും അങ്ങനെ തന്നെ. അപ്പോൾ ഏതായാലും വാക്കും പ്രവൃത്തിയും നമുക്ക് എതിരായി കിട്ടിയാൽ നാം മുന്തിക്കേണ്ടത് വാക്കിനെയാണ്, പ്രവൃത്തിയല്ല.